ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ NCERT എക്സസൈസ് ആൻഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 കിടിലൻ ചോദ്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാം. സോ എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. സോ ഓൾമോസ്റ്റ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിനെയൊക്കെ ക്രാക്ക് NCERT വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ചാനലിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനെയും അത്തരത്തിൽ ക്രാക്ക് NCERT വീഡിയോസ് ഉണ്ട്, കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക, മറക്കരുത് മക്കളെ. സോ ഗൈസ്, ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മൾ തുടങ്ങുകയാണ്. സോ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. ചോദ്യം ഒന്ന് മനസ്സിരുത്തി 2 തവണ വായിച്ചോ. അത്യാവശ്യം സമയം എടുത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല, 2 തവണ ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കുക. കൺസിഡർ എ ഡ്രോപ്പ് ഓഫ് മാസ് 1 gram ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 meter. ഇവിടെ ഡ്രോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെയിൻ ഡ്രോപ്പ് തന്നെയാണ്. ഒരു മഴത്തുള്ളി, 1 gram മാസുള്ള മഴത്തുള്ളി 1 kilometer ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. 1 gram മാസുള്ള മഴത്തുള്ളി 1 kilometer ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് ഓഫ് 50 meter per second. സോ അത് നിലത്ത് വന്ന് വീഴുന്ന സമയത്തുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 meter per second ആണ്. അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 meter per second ആണ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? അടുത്തത്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ മഴത്തുള്ളിയിൽ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ്. നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉള്ളതിനാൽ തന്നെ അവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സോ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ചോദ്യം ഒന്ന് മനസ്സിലാക്കുക. ഒരു മഴത്തുള്ളി എത്രയാണ് അതിൻ്റെ മാസ്? 1 gram മാസുള്ള മഴത്തുള്ളി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ എത്ര ഉയരത്തിൽ നിന്നാണ് താഴോട്ട് വീഴുന്നത്? 1 kilometer ഉയരത്തിൽ നിന്നാണ് താഴോട്ട് വീഴുന്നത് വിചാരിക്കുക. അത് താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? അത് 50 meter per second ആണ്. എങ്കിൽ ആ മഴത്തുള്ളിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിമിലർ വേ അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ് എന്ന കാര്യവും കണ്ടുപിടിക്കണം. ചോദ്യം വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലായില്ലേ? ഇനി ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. അതിനു മുൻപ് നമ്മുടെ ഗിവൺ ഡാറ്റാസ് നമുക്കൊന്ന് എഴുതി വെച്ചാലോ? നമുക്ക് നമ്മുടെ ഗിവൺ ഡാറ്റാസ് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? ഒന്നാമത്തെ മാസാണ്. മാസ് എത്രയാണ് മക്കളെ? 1 gram ആണ്. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. 1 × 10⁻³ ആണ്. സോ ദാറ്റ് ഈസ് 0.001 കിലോഗ്രാം. നമ്മളതിന് ഏതിലോട്ട് മാറ്റി? നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റി. ഫസ്റ്റ് പരിപാടി. അടുത്ത പരിപാടി, ഹൈറ്റ് അവർ നൽകിയിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്? ഹൈറ്റാണ് 1 kilometer. ഇവിടെ നമ്മൾ പൊതുവേ ഹൈറ്റ് എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. കാരണം വർക്കിൻ്റെ ടേംസിൽ ആ ഉയരം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഹൈറ്റ് ട്രീറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. സോ എസ് എന്ന് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് മക്കളെ? ഡിസ്പ്ലേസ്മെൻറ്റ് 1 kilometer ആണ്. നമുക്കത് മീറ്ററിലോട്ട് മാറ്റണ്ടേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 meter. അതുകൂടി മീറ്ററിലോട്ട് മാറ്റി. ഫൈനൽ വെലോസിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 50 meter per second. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? അതിനകത്ത് സംശയം വേണ്ട, 0 meter per second. ക്ലിയർ അല്ലേ? കാരണം മഴത്തുള്ളി ഇനീഷ്യലി റെസ്റ്റിലാണ്. ഇവിടെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റെയിൻ ഡ്രോപ്പ് ആണ്. സോ റെയിൻ ഡ്രോപ്പ് മഴത്തുള്ളിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഒരു തരി സംശയമില്ലാലോ? അന്തസ്സായിട്ട് വ്യക്തമായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? മുന്നോട്ട് പോകാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് WG എന്ന് കൊടുക്കുന്നുണ്ട്. സഫിക്സിൽ G കൊടുക്കാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ടാണ്. ഇക്വേഷൻ അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് പകരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് mg കൊടുക്കാമല്ലോ. സോ mg ഇൻറ്റു എസ്. മാസ് എത്രയാണ്? 0.001. G നമുക്ക് 10 ആയിട്ട് എടുക്കാം. എസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് 1 kilometer ആണ്. സോ 1000 meter ആയിട്ട് കൊടുത്തു. സോ 1000 × 0.001 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10 joule എന്ന് കിട്ടും. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10 joule ആണ്. നമുക്കറിയാം, ആ മഴത്തുള്ളിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, അൺനോൺ ആയ റെസിസ്റ്റീവ് ഫോഴ്സ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ അതിന് മുന്നോടിയായിട്ട് ആ മഴത്തുള്ളിയിലുള്ള ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? ടോട്ടൽ വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? പഠിച്ചതല്ലേ? സോ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ടോട്ടൽ വർക്ക് W ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ½ mv² - ½ mu² എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം.
വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആ ഒരു മഴത്തുള്ളി ഇനീഷ്യലി റെസ്റ്റിലാണ്. സോ അതിനാൽ തന്നെ സെക്കൻഡ് ടേം എന്തായിട്ട് പോകും, സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. ബാക്കി ഈ പറയുന്ന ടേമിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്, 0.001. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ 50ൻ്റെ സ്ക്വയർ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒരു തരി സംശയമില്ലാതെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ, കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ശ്രദ്ധിക്കണം മക്കളെ. സോ W ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.001 ഇൻറ്റു 50ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 2 0 ഇട്ട് കൊടുക്കുക. 2500 ക്യാൻസൽ ചെയ്യാണ്. 1250 എന്ന് കിട്ടും. ശരിയല്ലേ? 1250 എന്ന് കിട്ടും. ഫൈൻ. സോ 1250 ഇൻറ്റു 0.001 എത്രയാണ്? ദാറ്റ് ഈസ് 1.25 ജൂൾ എന്ന് കിട്ടും. അഥവാ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 1.25 ജൂളാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 10 ജൂളാണ്. എങ്കിൽ അൺനോൺ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാം. ഈസിയാണ്, ശ്രദ്ധിക്കുക. ടോട്ടൽ വർക്ക് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്. റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ WR എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ W ഈക്വൽ ടു WG പ്ലസ് WR എന്ന് എഴുതാം. സോ W എത്രയാണ്? 1.25 ആണ്. ഈക്വൽ ടു WG എന്ന് പറഞ്ഞാൽ 10 ആണ് പ്ലസ് WR. Therefore WR ഈക്വൽ ടു 1.25 മൈനസ് 10 എന്ന് വരും. സോ WR ഈക്വൽ ടു എത്ര വരോടാ? മൈനസ് 8.75 ജൂൾ എന്ന് വരും. ശരിയല്ലേ? മൈനസ് 8.75 ആയിരിക്കും ഈ പറയുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. അവിടെ മൈനസ് വരാനുള്ള കാരണം റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റെസിസ്റ്റീവ് ഫോഴ്സ് മുകളിലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ് മഴത്തുള്ളിയുള്ളത്. സോ ദാറ്റ്സ് വൈ അവിടെ നെഗറ്റീവ് വർക്കായിരിക്കും റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുക, ഒപ്പോസിങ് ഫോഴ്സ് ആണ്. സോ അതുകൊണ്ടാണ് മൈനസ് വർക്ക് വരുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്നത് പോസിറ്റീവ് വർക്കാണ്, അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നിർത്തുന്നില്ല, 2 ചോദ്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സമയം കൂടിയാലും പ്രശ്നമില്ല. 2 വർത്തായ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പായ ആപ്പ് ലൈവുകളിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമിലർ വേ ക്രിസ്മസ് പരീക്ഷയുടെ രാവിലെ കൃത്യമുള്ള ബൂസ്റ്റർ ലൈവിലും ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പരീക്ഷയിൽ ചോദിക്കാൻ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത് എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് ബൂസ്റ്റർ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്തത്. ആപ്പിലുള്ള കുട്ടികൾക്കും ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിപ്പിച്ചാണ്. ഫൈൻ. സോ എങ്കിലും നമുക്കിത് വിശദമായി തരാം, നമുക്ക് നോക്കാം. റെഡി? ദ ബോബ് ഓഫ് എ പെൻഡുലം ഓഫ് ലെങ്ത് 1.5 മീറ്റർ. ഒരു പെൻഡുലം ഉണ്ട്, അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. ഈസ് റിലീസ്ഡ് ഫ്രം എ പൊസിഷൻ എ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രം നൽകിയിട്ടുണ്ട്. ദ ബോബ് കാണുന്ന പറ്റുന്നുണ്ട്. പെൻഡുലത്തിൻ്റെ നീട്ടം 1.5 മീറ്റർ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യണം. ഇങ്ങനെയാണ് താഴോട്ട് വരുന്നത്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് ദ സ്പീഡ് വിച്ച് ദ ബോബ് അറൈസ് അറ്റ് ദ ലോവർ മോസ്റ്റ് പോയിന്റ് ബി. അപ്പോൾ ആ പറയുന്ന ബോബ് ലോവർ മോസ്റ്റ് പോയിന്റായ ബിയിലെത്തുമ്പോഴുള്ള സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ സ്പീഡ് വെൻ ഇറ്റ് റീച്ചസ് ബി. ബിയിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് അവർ തന്നിരിക്കുന്ന ഡാറ്റ? ഗിവൺ ദാറ്റ് 5% ഓഫ് ഇനീഷ്യൽ എനർജി ഈസ് ഡെസിപ്പേറ്റഡ് അഗെയിൻസ്റ്റ് എയർ റെസിസ്റ്റൻസ്. അതായത് ഇനീഷ്യലി അതിനുണ്ടായിരുന്ന എനർജി 5% എയർ റെസിസ്റ്റൻസ് മൂലം നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള എനർജി മാത്രമേ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തുന്നുള്ളൂ. സോ ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആ പറയുന്ന പെൻഡുലത്തിൻ്റെ അല്ലെങ്കിൽ ആ ബോബിൻ്റെ സ്പീഡ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ, വളരെ സിമ്പിളാണ്, നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോൾ പെൻഡുലം. ലൈക്ക് ഇറ്റ് വിൽ ബി ഇൻ ദിസ് പൊസിഷൻ, സ്റ്റേഷനറി റെസ്റ്റിലാണ്. അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന കേസിലാണ് ബിയിലെത്തുക. മനസ്സിലാവുന്നുണ്ടോ? സോ എ എന്ന് പറയുന്ന പോയിന്റിൽ ആ പെൻഡുലത്തിലുള്ള എനർജി എന്ത് എനർജി ആയിരിക്കും? ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു വസ്തു കീപ്പ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന എനർജി എന്താണ് മക്കളെ? അത് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? യെസ്. സോ എ എന്ന് പറയുന്ന പോയിന്റിൽ അതിനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. സോ ആ പൊട്ടൻഷ്യൽ എനർജി ഈ പറയുന്ന ബിയിലെത്തുമ്പോൾ എന്തായിട്ട് മാറും? അത് മോഷനിലോട്ട് വരും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കൈനറ്റിക് എനർജി. തർക്കമില്ലാത്ത കാര്യമല്ലേ? അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി അവിടെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5% ഓഫ് എനർജി എയിൽ നിന്ന് ബിയിലോട്ട് എത്തുമ്പോൾ എന്തായിട്ട് മാറും? നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നു. നോക്കടാ, ചോദ്യം വൃത്തിയായിട്ട് വായിക്കടാ. ദ ബോബ് അറൈസ് അറ്റ് ദ ലോവർ മോസ്റ്റ് പോയിന്റ് ബി. ഗിവൺ ദാറ്റ് 5% ഓഫ് ഇനീഷ്യൽ എനർജി ഈസ് ഡെസിപ്പേറ്റഡ് അഗെയിൻസ്റ്റ് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസ് മൂലം എയിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ 5% എനർജി
എയർ റെസിസ്റ്റൻസ് മൂലം നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ള 95% എനർജി മാത്രമേ എന്തായിട്ട് കൺവേർട്ട് ആവത്തുള്ളൂ, കൈനറ്റിക് എനർജി ആയിട്ട് മാറത്തുള്ളൂ. കാര്യം മനസ്സിലായോടാ? അതായത് ബിയിലെത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ 95% മാത്രമേ കൺവേർട്ട് ആവുന്നുള്ളൂ. ആ ഒരു തിരിച്ചറിവ് വേണം. കാരണം 5% എന്തായിട്ട് പോകുന്നു, ലോസ് ആയിട്ട് പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. 5% നഷ്ടപ്പെട്ടു പോകുന്നു എയർ റെസിസ്റ്റൻസ് മൂലം. ബാക്കിയുള്ള 95% മാത്രമേ ബിയിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുള്ളൂ. സോ എ എന്ന് പറയുന്ന പോയിന്റ് പെർട്ടിക്കുലർ ഹൈറ്റിൽ റെസ്റ്റിലാണ്. സോ ആ സമയത്തുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ അത് മോഷനിലായിരിക്കും. സോ ആ മൊമെന്റിൽ അതിനുണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ്. പക്ഷേ എയിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയുടെ 5% നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ തന്നെ 95% മാത്രമേ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുള്ളൂ. ക്ലിയർ അല്ലേ? കാര്യം വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലായില്ലേ? ഇനി പാടാം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് ബി ഈക്വൽ ടു 95% ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്. 95%നെ ഫ്രാക്ഷനിലോട്ടുമ്പോൾ 0.95 ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. സംശയമില്ലല്ലോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കോൺസ്റ്റൻറ്റ് ടേംസ്, കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം. എം ഒക്കെ വെട്ടിക്കളഞ്ഞു. സോ v² ഈക്വൽ ടു അങ്ങോട്ട് പോയാൽ 2 ഇൻറ്റു 0.95 ഇൻറ്റു g നമുക്ക് 10 ആയിട്ട് കൊടുക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിന് ഇക്വലൻ്റ് ആയിരിക്കും. അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1.5 അല്ലടാ, യെസ് 1.5. സോ വി ഈക്വൽ ടു എന്ത് വരും? വി ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എടുക്കാം. സോ റൂട്ട് ഓഫ് 2 ഇൻറ്റു 0.95 ഇൻറ്റു 10 ഇൻറ്റു 1.5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെ വാല്യൂ 5.3 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. ഞാൻ ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം അറിയുന്നത്. സോ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, 5.3 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയിൽ ചോദിച്ചതാണ്. ഇനി അടുത്തിരിക്കുന്ന മോഡൽ എക്സാമിന് ഇത് ചോദിക്കണമെന്ന് ഉറപ്പില്ല, പക്ഷേ ബോർഡ് എക്സാമിന് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. പഠിച്ചു വെക്കുക. റൈറ്റ്. സോ ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ, ഇതന്നെ പരീക്ഷയ്ക്ക് വരണം എന്ന വാശിയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നത് നിങ്ങളുടെ കൺമുന്നിലാണ്. സോ അത് പ്രകടമാണ്, അത് വ്യക്തമാണ്, വിസിബിൾ ആണ്. സോ അതിനനുസരിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ മാറാതിരിക്കാനുള്ള പരിപാടി ചെയ്തിട്ടൊന്നും നടപ്പാവില്ല. സോ അതിനാൽ തന്നെ മാറുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റുക. അതിനെ ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുക, തയ്യാറെടുപ്പിക്കുക, എന്താ പറയുക, ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുക. ഫൈൻ. സോ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിനാണ്. എക്സൈസ് ക്വസ്റ്റ്യൻസിന് വലിയ ശ്രദ്ധ ഞാൻ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയ്ക്കകത്ത് കേന്ദ്രീകരിച്ചില്ല. കാരണം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന് പോസിബിലിറ്റി കുറയുമ്പോഴാണ് എക്സൈസ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ചോദ്യം വരിക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണെങ്കിൽ അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. വാടാ അടുത്ത. എ വുമൺ pushes a trunk on a railway platform which has a rough surface. ഒരു സ്ത്രീ, ഒരു ട്രങ്ക് മീൻസ് ഒന്നുമില്ല, ഒരു ട്രോളി ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുക റെയിൽവേ പ്ലാറ്റ്ഫോമിനകത്ത്. ഷീ അപ്ലൈസ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ. സ്ത്രീ എന്താ ചെയ്തത്? 100 ന്യൂട്ടൺ ഫോഴ്സാണ് 10 മീറ്റർ ദൂരത്തോട്ട് അപ്ലൈ ചെയ്തത്. ഒരു സ്ത്രീ ഒരു ട്രങ്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ്. റഫ് സർഫേസ് ആണ് ആ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. സോ ആദ്യത്തെ 10 മീറ്ററിൽ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ഫോഴ്സാണ് ആദ്യത്തെ 10 മീറ്ററിൽ കൊടുത്തത്. Thereafter, she gets progressively tired and her applied force reduces linearly with the distance of 50 Newton. അഥവാ 10 മീറ്റർ കഴിഞ്ഞപ്പോൾ ടയർഡായപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് 100-ൽ നിന്ന് ലീനിയർലി എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി എന്ന് പറയുന്നു. 100-ൽ നിന്ന് ലീനിയർലി എത്രയായിട്ട് മാറി? 50 ആയിട്ട് മാറി. സഡൻലി അല്ല, ലീനിയർലി 50 ന്യൂട്ടണിലോട്ട് മാറി. ഓക്കെ. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ട്രങ്ക് ഹാസ് ബീൻ മൂവ്ഡ് ഈസ് 20 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ്. സോ എന്ത് മനസ്സിലാക്കാം? ആദ്യത്തെ 10 മീറ്ററിൽ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്. അടുത്ത 10 മീറ്ററിൽ ആ 100 ന്യൂട്ടൺ ഫോഴ്സ് ലീനിയർലി എത്രയായിട്ട് മാറി? 50 ന്യൂട്ടണിലോട്ട് മാറി. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അതാണ് ചോദ്യം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത, പ്ലോട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് which has 50 Newton versus the displacement. സോ ആ കംപ്ലീറ്റ് ത്രൂ ഔട്ട് മോഷനിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ ആണ്. നമ്മൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ 10 മീറ്ററിൽ 100 ന്യൂട്ടൺ, അടുത്ത 10 മീറ്ററിൽ 50 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന കംപ്ലീറ്റ് ത്രൂ ഔട്ട് മോഷനിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? അത് 50 ന്യൂട്ടൺ ആണ്. അത് ഫിക്സ്ഡ് ആണ്. ക്ലിയർ അല്ലേ? സോ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ 2 ഫോഴ്സസ് ഇൻ 20 മീറ്റർ. അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കും നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടും 20 മീറ്ററിൽ. ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കണം. സോ ഗ്രാഫ് ഓൾറെഡി വരച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. നിങ്ങൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ്. നമുക്ക് നോക്കാം. പടാ.
സോ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം എക്സ് ആക്സിസിനകത്ത് എന്താണ്, അത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, സംശയമില്ല, എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസിനകത്ത് ഫോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം അപ്ലൈഡ് ഫോഴ്സിൻ്റെ കാര്യം പറയാം. സോ ആദ്യത്തെ 10 മീറ്റർ എടുത്തു. 10 മീറ്റർ അപ്ലൈഡ് ഫോഴ്സ് എത്രയായിരുന്നു? 100 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു, സംശയമില്ലല്ലോ, 100 ന്യൂട്ടൺ. പിന്നെ അടുത്ത 10 മീറ്ററിൽ അപ്ലൈഡ് ഫോഴ്സ് ഗ്രാജ്വലി കുറഞ്ഞിട്ട് എത്രയായി? അത് 50 ന്യൂട്ടണിലോട്ട് കുറഞ്ഞു. കാര്യം മനസ്സിലായോ? സോ ആദ്യത്തെ 10 മീറ്ററിൽ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്. അടുത്ത 10 മീറ്ററിൽ അപ്ലൈഡ് ഫോഴ്സ് കുറഞ്ഞിട്ട് എത്രയായി? ലീനിയർലി കുറഞ്ഞിട്ട് അത് 50 ന്യൂട്ടണിലോട്ട് ഫോഴ്സ് കുറഞ്ഞു. സോ ഇതാണ് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, സംശയമില്ലല്ലോ. ഇത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഗ്രാഫാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. താഴെ റെസിസ്റ്റീവ് ഫോഴ്സ് 20 മീറ്ററിലും കോൺസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് ആയതിനാൽ തന്നെ നെഗറ്റീവ് ആയിരിക്കും. സോ -50 ന്യൂട്ടൺ ആണ് ത്രൂ ഔട്ട് 20 മീറ്ററിലും ഉള്ളത്. ഇത് റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെ ഗ്രാഫാണ്. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഏരിയ ഓഫ് ദിസ് ഗ്രാഫ് വിൽ റെപ്രസെൻറ്റ് ദ വർക്ക് ഡൺ. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. സോ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളാണ്. നോക്കടാ, ഇതിനെ ഈ ഒരു ഏരിയനെ W1, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെ A1 എന്നും ഈ ഒരു ഏരിയനെ A2 എന്ന് വിളിക്കാം. സോ 2 ഏരിയ കൂടി കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ കിട്ടും, സംശയമില്ലല്ലോ. A1ഉം A2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ടോട്ടൽ ഏരിയയായി. അത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ ആണ് നൽകുക, കാരണം ഏരിയ വിൽ പ്രൊവൈഡ് ദ വർക്ക് ഡൺ. അടുത്തത് ഈ താഴെയുള്ള ഏരിയ ഉണ്ടല്ലോ, താഴെയുള്ള ഏരിയ, ഇത് A' എന്ന് വിളിക്കാം. A' കണ്ടുപിടിച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ കിട്ടും. കാര്യം മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. സോ നമുക്ക് A1ഉം A2ഉം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു A1 പ്ലസ് A2. വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു A'. ഇത് മനസ്സിലാക്കുക, കൃത്യമായി പഠിച്ചു വയ്ക്കുക. സോ നമുക്ക് A1ഉം A2ഉം കണ്ടുപിടിക്കാൻ പാടാം. ആദ്യം A1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ അല്ലടാ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് നമുക്ക് 10 ആയിട്ട് കൊടുത്താൽ ബ്രെഡ്ത്ത് 100 ആയിട്ട് എടുക്കാം. സോ A1 ഈക്വൽ ടു 10 ഇൻറ്റു 100 വിച്ച് വിൽ ബി ഈക്വൽ ടു 10 ഇൻറ്റു 100 വിച്ച് വിൽ ബി ഈക്വൽ ടു 1000 ജൂൾ. ഏരിയ എന്തുകൊണ്ടാണ് ജൂളിൽ എഴുതിയെന്ന് സംശയം ഉണ്ടാവും. സോ 1000 എന്ന് കിട്ടും. നിങ്ങൾ 1000 എഴുതിയാൽ മതി. സോ വർക്ക് ഈക്വൽ ടു വർക്കിലോട്ട് മാറ്റണം. ആക്ച്വലി ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈക്വലൻ തന്നെയാണ്. സോ ജൂളിൽ എഴുതിയ തെറ്റൊന്നുമില്ല കേട്ടോ, ജൂളിൽ എഴുതിക്കോ. ഏരിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയറിൽ എഴുതണം എന്നൊന്നുമില്ല. സോ ആക്ച്വലി ഇത് വർക്ക് ഡൺ ഈക്വലൻ്റ് ആണ്. സോ ജൂളിൽ എഴുതുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ദിസ് ഏരിയ റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ. സോ ജൂളിൽ എഴുതിയ പ്രശ്നമില്ല. A2, അടുത്ത A2 ആണ്. A2 ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. A2 സെക്കൻഡ് ഏരിയ കണ്ടുപിടിക്കുന്നു. ഇത് ആക്ച്വലി എന്താണ്? ഒരു ട്രപ്പീസിയത്തിൻ്റെ ഫോമാറ്റിലല്ലേ കിടപ്പുള്ളത്? ട്രപ്പീസിയത്തിൻ്റെ ഫോമാറ്റിലാണ്. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല ½ ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H ആണ്. സോ ½ ഇൻറ്റു A എത്രയാണ്? ഈ ഒരു വശത്തിന് A ആയിട്ട് എടുക്കാം. റൈറ്റ്, ദിസ് ഈസ് ടേക്കൺ ആസ് A. ഈ ഒരു സൈഡിന് നമുക്ക് A ആയിട്ട് എടുക്കാം, ഈ ഒരു സൈഡിനെ B ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് H ആയിട്ട് എടുക്കാം. സോ A എത്രയാണ്? A എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 പ്ലസ് 50 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ക്ലിയർ അല്ലേ? നോക്കടാ, ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ 100 ആണ്, ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ 50 ആണ്. ഉയരം നോക്കി 50 അല്ലേ? ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 20 - 10 ദാറ്റ് ഈസ് 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A2 എന്ത് കിട്ടും? A2 ഈക്വൽ ടു ½ ഇൻറ്റു 150 ഇൻറ്റു 10. 150 ഇൻറ്റു 10 1500 അല്ലേ? സോ ½ ഇൻറ്റു 1500 ഈക്വൽ ടു 750 ജൂൾ. സോ ടോട്ടൽ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു A1 പ്ലസ് A2 ആണ്. A1 പ്ലസ് A2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ സാധിക്കൂടാ? 1000 പ്ലസ് 750. 1000 പ്ലസ് 750 എത്രയാണ്? 1750 ജൂൾ. സോ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ് മക്കളെ? അത് 1750 ജൂളാണ് അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചോ, ഒന്നുമില്ല. ഈ 2 റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ആദ്യത്തെ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തു. സോ നമുക്ക് കിട്ടിയത് എത്രയാണ്? നമുക്ക് 1000 ജൂളാണ് കിട്ടിയത് വർക്ക്. രണ്ടാമത്തെ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അടുത്ത വർക്ക് കിട്ടും. സോ എത്രയാണ്? അത് ട്രപ്പീസിയം ആയതുകൊണ്ട് ½ ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 750 കിട്ടി. സോ ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ടും കൂടി കൂട്ടുക, ദാറ്റ് ഈസ് 1000 പ്ലസ് 750 1750 നേടാം. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് കാര്യം മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. അടുത്തത് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്താണ്? ഈ പറയുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇത് റെക്റ്റാങ്കിൾ അല്ലേ? സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു -50. സോ 20 ഇൻറ്റു -50 ആണ് ഈക്വൽ ടു -1000 ജൂൾ.
-1000 ജൂൾ. ഇതുകൂടി ഒന്ന് പഠിച്ച് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതിനകത്ത് റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു അപ്വേർഡ് ഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. സോ ഇനിയിപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം, നിങ്ങൾ പഠിക്കണം. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ഡണിന് ഇക്വലൻ്റ്. യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അത് വർക്ക് ഡണിന് ഇക്വലൻ്റ് ആയിരിക്കും. സോ അതിനാൽ തന്നെ മുകളിലുള്ള 2 ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കിട്ടും. താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കിട്ടും. ഈ 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പുതിയതായിരിക്കും. ആ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ ഗൈസ്, വീഡിയോ വർത്താണെങ്കിൽ ഇതുപോലുള്ള അടുത്ത ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഉറപ്പായും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന ചാപ്റ്ററിൽ നിന്നുള്ള NCERTയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അണ്ണൻ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ.